എ മാൻ അഗെയിൻസ്റ്റ് ആൻ എംപയർ. ഒരു സാമ്രാജ്യത്വത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ആളാണ് ധ്രുവ് റാത്തി. നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർന്നു വന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ്. മോദിയെ ഏറ്റവും വലിയ വിപ്ലവ നായകനായി, മാറ്റത്തിൻ്റെ ചാലകശക്തിയായി ഹിന്ദുത്വ വലതുപക്ഷ ഫാഷിസ്റ്റ് ശക്തികൾ അവതരിപ്പിച്ചത് സോഷ്യൽ മീഡിയ വഴിയാണ്. 2014 മോദി അധികാരത്തിൽ വരുന്നത്. പക്ഷേ 2009 നരേന്ദ്രമോദി ട്വിറ്ററിൽ അക്കൗണ്ട് ആരംഭിക്കുന്നുണ്ട്. ഒരു ജനറേഷൻ ഗ്യാപ്പ് നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഇടയിൽ ഉണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ വരുന്നത് 2015. 2009 മുതൽ മോദിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം സോഷ്യൽ മീഡിയയിൽ അതിശക്തമായി ആരംഭിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ ഡയസ്പറയാണ് ഏറ്റവും കൂടുതൽ മോദിയുടെ സപ്പോർട്ടേഴ്സായി വന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള ഡൊമിനൻസ്, ആധിപത്യം BJPക്കായിരുന്നു, വലതുപക്ഷ പ്രൊഫൈലുകൾക്കായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ എക്സ്, പഴയ ട്വിറ്റർ, ഫേസ്ബുക്ക് ഇവയൊക്കെ നരേന്ദ്രമോദിയുടെ വലതുപക്ഷ ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാട് എടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വലതുപക്ഷ നറേഷനാണ് കൂടുതൽ സ്വീകാര്യതയും റീച്ചും കിട്ടിയിരുന്നത്. ഗോദി മീഡിയകൾ അവതരിപ്പിക്കുന്നതല്ല മോദിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ധ്രുവ് റാത്തി ചെയ്ത വീഡിയോ കോടിക്കണക്കിന് ആളുകളിലെത്തി. UPയിലും മഹാരാഷ്ട്രയിലും പല സ്ഥലങ്ങളിലും ഇത്തരം വീഡിയോ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടു. പല സ്ഥലങ്ങളിലും സ്ക്രീൻ വെച്ച് ധ്രുവ് റാത്തിയുടെ വീഡിയോ പ്രദർശിപ്പിക്കുകയുണ്ടായി. നരേന്ദ്രമോദി ഡിക്റ്റേറ്ററാണ്, ഭരണഘടന മാറ്റിയെഴുതും, പ്രതിപക്ഷത്തിന് സ്ഥാനമുണ്ടാകില്ല, ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് പോകുന്നു, തെളിവുകൾ സഹിതം ഫാക്റ്റും ഡാറ്റയും വെച്ച് ധ്രുവ് റാത്തി ചെയ്ത വീഡിയോ കോടിക്കണക്കിന് മനുഷ്യർ ഏറ്റെടുത്തു. നരേന്ദ്രമോദി വീണ്ടും മഹാഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നാൽ രാജ്യം അപകടത്തിലേക്ക് പോകും, ഇന്ത്യയിൽ ജനാധിപത്യം അസ്തമിക്കും. ഇക്കാര്യം വ്യക്തമായി പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.